കബർന്നഹൂമിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തനായ മനുഷ്യനായിരുന്നു. വർഷങ്ങളായി കട്ടിലിൽ ഒറ്റക്കിടപ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. പലരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, പലരും അദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും അദ്ദേഹത്തെ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനോ സംസാരിക്കുവാനോ അദ്ദേഹത്തോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ ആചരിപ്പാനോ ഒന്നും ആളുകൾ മനസ്സ് വെക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കബർന്നഹൂം എന്ന് പറയുന്ന ആ സ്ഥലത്ത് യേശു വരുമ്പോൾ യേശു ഒരു വീട്ടിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. യേശു ആ വീട്ടിൽ വന്നപ്പോൾ 4 പേർ ഈ മനുഷ്യനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയും സൗഖ്യം ഈ മനുഷ്യന് നൽകുവാനുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടെ അവർ വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. റിസ്ക് ടേക്കൺ ബൈ 4 men. ഈ മനുഷ്യരെടുക്കുന്നത് ശരിക്കും ഒരു റിസ്ക്കാണ്. കാരണം ഇവരിതിനു മുമ്പ് ഒരു സൗഖ്യം കണ്ടിട്ടില്ല. ഇവരിതിനു മുമ്പ് യേശുക്രിസ്തു ചെയ്ത വലിയ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് അവർ മനസ്സിലാക്കുന്നൊരു കാര്യം, ഞങ്ങളുടെ ഗ്രാമത്തിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ പഴക്കമുള്ള ഈ മനുഷ്യൻ്റെ മുടന്തിനെ മാറ്റുവാൻ, രോഗത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും എന്നുള്ള വലിയ വിശ്വാസം ഈ പ്രിയപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഈ 4 പേർ ഈ മനുഷ്യനെ ചുമന്ന് ആ വീടിനരികിലേക്ക് ചെല്ലുമ്പോൾ വീട് നിറയെ ആളുകളാണ്. ആ പുരയ്ക്കകത്ത് കയറുവാനുള്ള യാതൊരു സാധ്യതകളുമില്ല. ഈ മനുഷ്യർ, ഇവർ 4 പേരും ക്ഷീണിച്ചു പോകുന്നില്ല, പ്രയാസപ്പെടുന്നില്ല, സംശയിക്കുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്? ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ഈ മനുഷ്യനെ ഇറക്കുകയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമായിരുന്നു അന്ന് ഈ മനുഷ്യൻ സൗഖ്യമായ ദിവസമാണ്. ആത്മീയമായ സൗഖ്യവും ശാരീരികമായ സൗഖ്യവും ഈ മനുഷ്യന് സാധ്യമാകുന്നു. ഇത് വെറുതെ സാധ്യമായതല്ല, ഇത് ചുമ്മാതെ ഉണ്ടായി വന്നതല്ല, മറിച്ച് 4 മനുഷ്യർ ഒരുമിച്ച് ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. നമുക്ക് ചുറ്റും ആശ്രയമില്ലാതെ കഴിവില്ലാത്തവരായി 100 കണക്കിന് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും അവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഈ 4 പ്രിയപ്പെട്ടവരെ പോലെ കൃത്യമായി ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.